ഹോങ്കോങ്ങിലെ തായ്പോ ജില്ലയിൽ ഫ്ളാറ്റ് സമുച്ചയത്തിന് തീപിടിച്ച് 13 പേർ മരിച്ചു. മരിച്ചവരിൽ ഒരു അഗ്നിശമന സേനാംഗവുമുണ്ട്. കെട്ടിട സമുച്ചയത്തിന് ചുറ്റുമുള്ള മരങ്ങളിലൂടെ തീ പെട്ടെന്ന് പടരുകയായിരുന്നു. കൂടുതൽ വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ശ്രീജിത്ത് ബാലകൃഷ്ണൻ ചേരുകയാണ്. ശ്രീജിത്ത്, എപ്പോഴാണ് ഈ ദുരന്തമുണ്ടായത്? എത്രത്തോളം വലിയ ഒരു ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? പ്രഭ, ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഹോങ്കോങ്ങിലെ തായ്പോ ജില്ലയിലാണ് ഈ വലിയ ദുരന്തം ഉണ്ടായിരിക്കുന്നത്. ഏതാണ്ട് 4 പേർ മരിച്ചുവെന്നായിരുന്നു ആദ്യ റിപ്പോർട്ടുകൾ. ഏതാണ്ട് 2000-ഓളം ഫ്ളാറ്റുകൾ ഉൾപ്പെടുന്ന, അതോടൊപ്പം തന്നെ 8 ബ്ലോക്കുകളായി 2000-ഓളം ഫ്ളാറ്റുകൾ ഉൾപ്പെടുന്ന വലിയ ബഹുനില സമുച്ചയമാണ് തായ്പോ ജില്ലയിൽ ഉള്ള ഈ അപകടം നടന്ന ഫ്ളാറ്റ് സമുച്ചയം. അതിന് ചുറ്റും ഇപ്പോൾ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം മരങ്ങളും അതിനോടൊപ്പം ചേർന്ന് തന്നെ മുളകൊണ്ട് കെട്ടിയ, വലിയ രൂപത്തിൽ നവീകരണത്തിനായി മുളകൊണ്ട് കെട്ടിയ വലിയ സംവിധാനമുണ്ട്. ആ മുളകളിലേക്കും ഒപ്പം തന്നെ മരങ്ങളിലേക്കും തീ പടർന്ന് ഫ്ളാറ്റ് സമുച്ചയത്തിലേക്ക് മുഴുവനായി വ്യാപിക്കുകയായിരുന്നു. നവീകരണത്തിന്റെ ഭാഗമായി നേരത്തെ തന്നെ ആളുകളെ അവിടെ താമസിച്ചിരുന്നവരെ അവിടെ നിന്ന് ഒഴിപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് ഒരുപക്ഷെ വലിയ ദുരന്തം ഉണ്ടാകാതെ പോയതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും 13 പേർ മരിച്ചിരിക്കുന്നു. അതിൽ മറ്റ് നിരവധി പേരുകൾ ഇപ്പോൾ അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. കാരണം നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അവിടെ ആളുകളുണ്ടായിരുന്നു, തൊഴിലാളികളുണ്ടായിരുന്നു. പക്ഷേ താമസക്കാരെ പൂർണ്ണമായി അവിടെ നിന്ന് ഒഴിപ്പിച്ചിരുന്നു എന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും തൊഴിലാളികളും അതോടൊപ്പം തന്നെ ഈ രക്ഷാപ്രവർത്തനം എത്തിയ ഒരു അഗ്നിശമന സേനാംഗവുമാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ 13 പേർ മരിച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. എന്തായാലും ആദ്യഘട്ടത്തിൽ 4 പേർ എന്നുള്ള അപകടത്തിൽ 4 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമായിരുന്നു ആദ്യം വന്നിരുന്നത്. അത് 13 പേരിലേക്ക് മാറുന്നു. ഒരു അഗ്നിശമന സേനാംഗവും ബാക്കി തൊഴിലാളികളുമാണ് തായ്പോ ജില്ലയിൽ വലിയ ദുരന്തത്തിൽ മരിച്ചിരിക്കുന്നത്. പ്രവിധ, ഹോങ്കോങ്ങിലെ തായ്പോ ജില്ലയിലെ ഫ്ളാറ്റ് സമുച്ചയത്തിന് തീപിടിച്ച് 13 പേർ മരിച്ചുവെന്നുള്ള വാർത്തയാണ് ശ്രീജിത്ത് ബാലകൃഷ്ണൻ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.